ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്. എന്താണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്? ഈ ഇടയായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന ഒരു സാധനമാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. നിങ്ങളെ പ്രൊഡക്റ്റ് നല്ല രീതിയിൽ സെയിൽ ചെയ്യാനായാലും നിങ്ങൾക്ക് നല്ലൊരു പാർട്ട് ടൈം ഏണിങ് കണ്ടെത്താനായാലും ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ ഇപ്പം നമുക്കറിയാം, നമ്മളൊക്കെ തന്നെ പല പ്രൊഡക്റ്റുകളും വാങ്ങുന്ന ടി വിയിൽ കാണുന്ന ആക്ടേഴ്സിന്റെ പരസ്യം കണ്ടിട്ടല്ല. ഒരുപാട് ആക്ടേഴ്സിന്റെ പരസ്യം നമ്മൾ കാണുന്നുണ്ട്. സോപ്പായാലും ഡ്രസ്സസ് ആയാലും മറ്റു പല പ്രൊഡക്റ്റുകളായാലും. പക്ഷെ നമ്മളെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്കറിയാം ഇവരിതൊക്കെ കോടികൾ വാങ്ങിയിട്ട് ചെയ്യുന്നതെന്നുള്ളത്. എന്നാൽ ഇപ്പം നമ്മളൊരു ഡെസ്റ്റിനേഷനിൽ പോകുന്നതായിക്കോട്ടെ, ഒരു ട്രിപ്പ് പോകുന്നതായിക്കോട്ടെ, ഒരു ഹോട്ടലിൽ പോയി ഫുഡ് കഴിക്കുന്നതായിക്കോട്ടെ, ഈവൻ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റ് വാങ്ങുന്നതായിക്കോട്ടെ, ഫോണ് വാങ്ങുന്നതായിക്കോട്ടെ, നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന കാര്യമാണ് ഇൻസ്റ്റഗ്രാമിലുള്ള ഇൻഫ്ലുവൻസേഴ്സിനാണ്. അതെ, ഇൻസ്റ്റഗ്രാമിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് പറയുന്ന വീഡിയോസ് കണ്ടിട്ടാണ് നമ്മൾ പല ഡെസ്റ്റിനേഷനിൽ പോകുന്നത്, പല ഫുഡും നമ്മൾ പല ഹോട്ടലിൽ പോയിട്ട് ട്രൈ ചെയ്യുന്നത്, പല പ്രൊഡക്റ്റുകൾ നമ്മൾ വാങ്ങുന്നത്, ഡ്രസ്സ് വാങ്ങുന്നത്. അപ്പം ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങളെ ബിസിനസ്സിൽ എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും നോക്കി അത് കൃത്യമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് നല്ല രീതിയിലുള്ള റീച്ച് കിട്ടും. ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് നിങ്ങളൊരു എന്താ പറയുക ജനറൽ ഓഡിയൻസ് വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു ഡ്രസ്സോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റീച്ചുള്ള ഏതൊരു ഇൻഫ്ലുവൻസറിനെ കൊണ്ടും ചെയ്യും. എന്നാൽ നിങ്ങളൊരു സ്പെസിഫിക് ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു സ്പെസിഫിക് ഓഡിയൻസിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നൊരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ഇൻഫ്ലുവൻസേഴ്സിനെ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. ഇനി ഇതൊരു ഏണിംഗ് ഓപ്ഷൻ ആയിട്ട് മാറുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ അത്യാവശ്യം നല്ലോണം പ്രസന്റ് ചെയ്യാനും സംസാരിക്കാനും കഴിയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറാൻ പറ്റും. ചെറിയ ചെറിയ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് റിവ്യൂസും കാര്യങ്ങളും ഇട്ട് നിങ്ങൾക്കും ഇൻസ്റ്റഗ്രാമിൽ വളർന്നു വരാൻ പറ്റും. അപ്പോൾ ഒരു സ്റ്റേജ് എത്തുന്ന സമയത്ത് നിങ്ങൾക്കും അതൊരു വരുമാന മാർഗമാക്കി മാറ്റാൻ പറ്റും. പല കമ്പനികളും പല പ്രൊഡക്റ്റുമായിട്ട് കൊളാബ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് ഒരു ഇത്ര രൂപയ്ക്ക് എന്ന് പറഞ്ഞിട്ട് ഇത്ര രൂപയ്ക്ക് ഞാൻ നിങ്ങൾക്ക് റിവ്യൂ ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അതൊരു വരുമാന മാർഗമാക്കി മാറ്റാനും പറ്റും. അപ്പം ഇതാണ് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള നല്ല ഇൻഫർമേഷൻസ് കിട്ടാൻ വേണ്ടി ഫോളോ ചെയ്യുക. താങ്ക് യു.